ട്രാൻസ്ജെൻഡർ വേഷത്തിൽ ഇന്ത്യയിൽ ഒരാൾ ഒരു ബംഗ്ലാദേശി പൗരൻ 28 കൊല്ലം തങ്ങിയെന്നാണ് പറയുന്നത്. അയാൾ ഇപ്പോൾ അറസ്റ്റിലായി. അബ്ദുൽ കലാം എന്ന ആളാണ് ഭോപ്പാലിൽ അറസ്റ്റിലായത്. നേഹ കിന്നർ എന്ന പേരിലാണ് ഇയാൾ ഭോപ്പാലിൽ തങ്ങിയിരുന്നത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. വ്യാജ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട് തുടങ്ങിയ രേഖകളൊക്കെ ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് നിരവധി തവണ ബംഗ്ലാദേശിൽ പോയി വന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ആൾമാറാട്ടത്തിനും വ്യാജ രേഖകൾക്ക് പിന്നിൽ മനുഷ്യക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയം. ബൽറാം, ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണ് ലഭിച്ചത്? SKN, ഈ രാജ്യത്ത് അനധികൃതമായി തങ്ങുന്ന ബംഗ്ലാദേശികൾക്കെതിരായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഭോപ്പാൽ പോലീസിന് ഇത്തരത്തിലൊരു രഹസ്യ വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും ചെയ്തത്. ആ ഒരു പരിശോധനയിലാണ് 28 വർഷത്തോളമായി ഇന്ത്യയിൽ അനധികൃതമായി തങ്ങിയ ഒരു ബംഗ്ലാദേശി പൗരൻ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ നേഹ കിന്നർ എന്ന പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ വേഷത്തിലായിരുന്നു ഭോപ്പാലിൽ തങ്ങിയിരുന്നത്. കഴിഞ്ഞ 8 വർഷത്തിൽ അധികമായി. ഇയാൾ 10ാം വയസ്സിലാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആദ്യം ബോംബെയിലായിരുന്നു തങ്ങിയത്. എന്നാൽ ഏതാണ്ട് പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് മറ്റിടങ്ങളിലേക്ക് ഇയാൾ മാറുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ട്രാൻസ്ജെൻഡർ വേഷം സ്വീകരിച്ചത് എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അബ്ദുൽ കലാം എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് എന്ന് ഈ പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായ വിഷയം ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത വ്യാജരേഖകൾ തന്നെയാണ്. വ്യാജ ആധാർ കാർഡ്, വ്യാജ വോട്ടേഴ്സ് ID, വ്യാജ പാസ്പോർട്ട് എന്നിവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് നിരവധി തവണ ഇയാൾ ബംഗ്ലാദേശിൽ പോയി വന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് ഇതിനൊരു രാജ്യത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇന്റലിജൻസ് ബ്യൂറോയും ഒപ്പം തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡും ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ഭോപ്പാൽ പോലീസിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുന്നു. സമാനമായി ഇത്തരത്തിൽ വ്യാജ വേഷത്തിൽ, ട്രാൻസ്ജെൻഡർ വേഷത്തിൽ ആളുകളെ കടത്തുകയോ ഇന്ത്യയിൽ ഒളിച്ചു താമസിക്കാൻ സൗകര്യമൊരുക്കുകയോ വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുകയോ ചെയ്യുന്ന സംഘം, മനുഷ്യക്കടത്ത് സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.